എപ്പോഴാ കറണ്ട് പോയേ? ഇന്നലെ ഉച്ചക്കാ മറ്റും പോയിന് മോനെ. അലക്കാനും അരക്കാനും ഓൾ അത്ര കഷ്ടപ്പെട്ടു പോയി. എന്തിനു ശ്രീധരേട്ടാ ഒരുപാട് കഷ്ടപ്പെടുന്നു? ഒരു വയറെടുക്കുക, അതിൽ നിന്ന് 2 കമ്പി ഊരിയെടുക്കുക, ഇതുപോലെ കെട്ടുക, കുത്തുക. ഇതെല്ലാം നമ്മക്കറിയാം മോനെ. കറണ്ട് വന്നിന് നോക്കിയാ? ആ വന്നേ. ശരി മോനെ, നിന്റെ പൈസ എത്രയാ? എന്നാ ശ്രീധരേട്ടാ ഒരു 300 റുപ്യ തന്നെ. 300 റുപ്യ? നീയല്ലേ പറഞ്ഞേ 5 മിനിറ്റത്തെ പണിയാന്ന്. ഒരു വയറെടുക്കണോ, ഒരു 2 കമ്പി ഊരണോ, അറ്റിങ്ങനെ കെട്ടണോ, അറ്റ കുത്തണോന്ന്. ഇക്കണക്കിന് 8 മണിക്കൂർ വളർത്താ എനിക്കെത്ര കൂലി? ശ്രീധരേട്ടാ ഇതെല്ലാം നമ്മളെ പണിന്റെ ഒരു ഭാഗമല്ലേ? അതെയാ, നിന്റെ പണിയെടുത്ത കൂലി ഞാൻ തരുന്നു. 100 റുപ്യ. ഇത് വെളുക്കാൻ തേച്ചിട്ട് പാണ്ടായി പോയല്ല. അടുക്ക് ശരിയാക്കി തരാ, ഇനി വിളിക്കുമല്ല. കറണ്ട് വന്ന് നോക്കിയാ? വന്ന് കത്തുന്നുണ്ട്. എന്തെന്നാ പറ്റിയ ഇനി? അതിന്റെ പീസ് പോയതാണ്. ഫ്ലാഷ് ബാക്ക്. നീയല്ലേ പറഞ്ഞേ 5 മിനിറ്റത്തെ പണിയാന്ന്. ഒരു വയറെടുക്കണോ, ഒരു 2 കമ്പി ഊരണോ, അറ്റിങ്ങനെ കെട്ടണോ, അറ്റ കുത്തണോന്ന്. പീസ് പോയതെന്ന് പറയുമ്പോ നിസ്സാര പണിയല്ല. ഒരു വയറെടുക്കണം, അതിൽ നിന്ന് 2 കമ്പി വലിച്ചൂരണം, അത് പീസിന് കെട്ടണം, എന്നിട്ട് കുത്തണം. കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണ്. എത്ര പൈസ നിന്റത്? പൈസ എന്നാപ്പാ ഒരു 300 റുപ്യ എടുക്കട്ടെ. അല്ലാന്റെ റബ്ബേ, 100 റുപ്യല്ലേ ഉള്ളൂ. അയാൾക്കിപ്പോ 300 റുപ്യ കൊടുക്കണ്ടേ ഇലക്ട്രീഷ്യന്? മോളെ, ഇത് സ്കൂളിലേക്ക് ബാഗ് മേടിക്കാൻ സ്വരൂപിച്ച് വെച്ചല്ലേ നിങ്ങള്? അത് കുഴപ്പമില്ല ഉമ്മാമ. ഉമ്മാമ അല്ലേ പറഞ്ഞത് ഉമ്മാമ പഠിക്കുന്ന കാലത്ത് ഉമ്മാമ സഞ്ചിയിലാന്ന് ബുക്കെല്ലാം കൊണ്ടുപോയിന്ന്. നമ്മളും അതുപോലെ കൊണ്ടുപോയിക്കോളും. എന്നാലും മോളെ, ഒരു എന്നാലും ഇല്ല. ഇലക്ട്രീഷ്യന് പൈസ കൊടുത്തിട്ടുമ്പോ ഇതേ പൈസ. ഒരു മിനിറ്റ് പോല ഇതവിടെ വെച്ചോ. ഇതെന്തേ? ഇപ്രാവശ്യമെങ്കിലും അവര് പുതിയ ബാഗ് എടുത്തിട്ട് സ്കൂളിൽ പോട്ട്. പുതിയ ബാഗ് വേണ്ട മക്കളെ? സന്തോഷായില്ലേ? സാരിൽ അവിടെ വെച്ചോ. ഞാൻ പോട്ടെ എന്നാ.